ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഇംഗ്ലീഷിലെ ഡ്രീംസ് റിയലൈസ്ഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇപ്പോൾ ഈ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് മഹാദേവ് ദേശായിയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് നടത്തിയ ഒരു യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ, ആ ഒരു സംഭവങ്ങളാണ്, അവിടെ നടന്ന സംഭവങ്ങളാണ് ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. During his visit to England, Gandhiji attended many meetings that were organized to honor him. The students of France organized a reception for the spiritual ambassador of India. They welcomed him as one bringing light to the exploitation-blinded West and acting as a healing balm to the war-weary Europe. In his reply, Gandhiji addressed them as friends and fellow students. Since I visited France as a student to see the exhibition at Paris in 1890, I have learned something of the traditions of your country and of the teachings of Rousseau and Victor Hugo. Now, on my entering upon my mission, my very difficult mission in India, it heartens me to find a welcome from you. അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഗാന്ധിജിയുടെ ഇംഗ്ലണ്ടിലേക്കുള്ള യാത്രയ്ക്കിടയിൽ എന്താണ് ആ സമയത്ത് അവിടെ ഒരുപാട് ചടങ്ങുകളിലൊക്കെ നമ്മുടെ ഗാന്ധിജി പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ അവിടെ വെച്ച് ഒരു ഫ്രാൻസിലെ സ്റ്റുഡൻസൊക്കെ നടത്തിയ ഒരു റിസപ്ഷൻ, ആ ഒരു ഇന്ത്യയിൽ നിന്ന് വന്ന സ്പിരിച്വൽ അംബാസഡർക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒരു ആത്മീയ ഗുരുവിന് കൊടുത്ത റിസപ്ഷനൊക്കെ അവിടെ അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി. അപ്പോൾ എന്താണ്, അപ്പോൾ ഇവർ ആ ഒരു ഫ്രാൻസിലെ സ്റ്റുഡൻസ് അദ്ദേഹത്തെ നോക്കിക്കണ്ടിരുന്നതെന്ന് വെച്ചാൽ, ഇംഗ്ലണ്ടിൽ പഠിക്കുന്ന ഫ്രഞ്ച് സ്റ്റുഡൻസ് അദ്ദേഹത്തെ നോക്കിക്കണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ ഒരു യൂറോപ്പിലെ ആ ഒരു അന്ധകാരത്തെ തുടച്ചു നീക്കാൻ പറ്റിയ ഒരാളായിട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി എന്ന് പറയുന്നത് ആ ഒരു വേൾഡിനെ തന്നെ റിഫോം ചെയ്യാൻ പറ്റുന്ന ഒന്നായിട്ടാണ് അവർ കണ്ടത്. അതുപോലെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, സിൻസ് ഐ വിസിറ്റഡ് ഫ്രാൻസ് ആസ് എ സ്റ്റുഡൻറ്റ് ടു സീ ദ എക്സിബിഷൻ അറ്റ് പാരീസ് ഇൻ 1890, ഐ ഹാവ് ലേൺ സംതിങ് ഓഫ് ദ ട്രഡീഷൻസ് ഓഫ് യുവർ കൺട്രി ആൻഡ് ഓഫ് ദ ടീച്ചിങ്സ് ഓഫ് റൂസോ ആൻഡ് വിക്ടർ ഹ്യൂഗോ. അപ്പോൾ ഗാന്ധിജി എന്നൊരു സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് 1890 അദ്ദേഹം പാരീസിലേക്ക് ഒരു എക്സിബിഷന് വേണ്ടി പോവുകയും ആ സമയത്ത് അദ്ദേഹം അവിടുത്തെ ഒരു ട്രഡീഷൻസൊക്കെ കണ്ട് മനസ്സിലാക്കിയിരുന്നു. അതുപോലെ തന്നെ റൂസോയുടെയും വിക്ടർ ഹ്യൂഗോയുടെയൊക്കെ ടീച്ചിങ്സൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു എന്നൊക്കെ ആ ഒരു എക്സിബിഷന്, ആ ഒരു റിസപ്ഷനിൽ വെച്ച് എന്ത് ചെയ്യാണ് ഗാന്ധിജി ആ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഗാന്ധിജി പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ പുതിയൊരു മിഷനിലാണ്. എങ്ങനെയാണ്, ആ ഒരു വലിയൊരു മിഷനാണ്. അത് ഞാൻ ഇംഗ്ലണ്ടിലല്ല ചെയ്യുന്നത്, എന്താണ് ഇന്ത്യയിലാണ് ചെയ്യുന്നത്. ഇന്ത്യയെ ആരുടെ കയ്യിൽ നിന്ന് സ്വതന്ത്രമാക്കുക, ആ ഒരു ബ്രിട്ടീഷ് ഇൻവേഷനിൽ നിന്ന് സ്വതന്ത്രമാക്കുക. He expounded the message of non-violence to the youth. He explained that non-violence was no weapon of the weak, but of the strongest. That strength was not mere strength of muscle. To a non-violent man, strength of muscle is not necessary, but a strong heart is an absolute necessity. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എന്താണ് നോൺ വയലൻസ് എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ യുവതയിലേക്ക് അദ്ദേഹം പകർന്നു കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നോൺ വയലൻസ് എന്ന് പറയുന്ന ഒരു വീക്കായ ഒരാളിൻ്റെ അല്ലെങ്കിൽ ശക്തനല്ലാത്ത ഒരാളിൻ്റെ ഒരു ആയുധമല്ല, മറിച്ച് ലോകത്തെ ഏറ്റവും ശക്തൻ്റെ ആയുധമാണ് എന്താണ് അഹിംസ എന്ന് പറയുന്നത്. അപ്പോൾ അത് മസിലിൻ്റെ ശക്തിയല്ല, എന്താണ് അത് ഒരു ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മസിലിൻ്റെ സ്ട്രെങ്ത് അല്ല ഒരു നോൺ വയലൻ്റ് വേണ്ടത്. അദ്ദേഹത്തിന് എന്തിൻ്റെയാണ്, ഹേർട്ടിൻ്റെ ഒരു സ്ട്രോങ് ഹേർട്ടാണ് വേണ്ടത്. അതാണ് ഏറ്റവും അത്യാവശ്യം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. To kill and to be killed in fighting an enemy are acts of bravery, but to stand the blows of your adversaries and not to retaliate is a greater form of bravery. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഫൈറ്റിനൊടുവിൽ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൻ്റെ ഒടുവിൽ ഒരാളെ കൊല്ലുക അല്ലെങ്കിൽ ഒരാളാൽ മരണപ്പെടുക എന്ന് പറയുന്നത് തീർച്ചയായും ഒരു ധൈര്യത്തിൻ്റെ ആക്ട് തന്നെയാണ്. അവിടെ നമുക്ക് അവരുടെ ബ്രേവറി കാണാൻ പറ്റും. പക്ഷേ അതിനേക്കാൾ ബ്രേവായ ഒരു ആക്ട് എന്ന് പറയുന്നത്, അതിനേക്കാൾ ധൈര്യം വേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു അഡ്വേഴ്സിറ്റീസിൻ്റെ ഇടയിൽ ആ ഒരു റിട്ടാലിയേറ്റ് ചെയ്യാതെ പിന്മാറാതെ നിൽക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് പ്രിസൈസ്ലി വാട്ട് ഇന്ത്യ ഹാസ് ബീൻ ട്രെയിനിങ് ഹെർസെൽഫ് ഫോർ. അതാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആ ഇന്ത്യയെ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. In one of his speeches, he brought out the relation between education and non-violence. He said, real education consists not in packing the brains with fact and figures, not in passing examination by reading numerous books, but in developing character. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചിൽ അദ്ദേഹം പറയുകയുണ്ടായി, എന്താണ് ആ ഒരു എഡ്യൂക്കേഷനും നോൺ വയലൻസും, വിദ്യാഭ്യാസവും അഹിംസയും തമ്മിലുള്ള ഒരു കണക്ഷൻ അദ്ദേഹം പറയുകയുണ്ടായി. യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്, ബ്രെയിനിലേക്ക് കുറേ ഫാക്ട്സും ഫിഗേഴ്സും ഒക്കെ കയറ്റുന്നതല്ല, പകരം എന്താണ്, അല്ലെങ്കിൽ ഒരുപാട് പുസ്തകം വായിച്ചൊരു എക്സാമിനേഷൻ പാസ്സാവുന്നതല്ല, പകരം എന്താണ് ഒരു ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. I can say that if you explore the possibilities of non-violence, you will find that without character it will prove a profitless study. In a movement such as we are conducting in India, we need the intellectual sympathy of the whole world. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്,
അപ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് ഇല്ലാത്ത ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പ്രോഫിറ്റ്ലെസ് സ്റ്റഡിയാണ്. അത് ഒരു എഡ്യൂക്കേഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ആ ഒരു ഇന്ത്യയിൽ നടക്കുന്ന ആ ഒരു മൂവ്മെൻറ്റിന് കണക്കുള്ള മൂവ്മെൻറ്റുകൾക്ക് ലോകത്താകമാനമുള്ള ഒരു ഇൻ്റലക്ച്വൽ സിമ്പതി അത്യാവശ്യമാണെന്നും ഗാന്ധി പറയുന്നുണ്ട്. Scores of letters came to Gandhiji daily from all parts of Britain and the continent, welcoming him and expressing sympathy for his mission. All friends who knew him years ago as a young student turned up to see him, and all the English friends, including civil servants, made a point of renewing the friendship. ഇപ്പോൾ എന്താണ്, ഒരുപാട് ലെറ്റേഴ്സ് ഗാന്ധിജി ആ ഒരു ബ്രിട്ടനിലായിരുന്ന സമയത്ത് ബ്രിട്ടനിൽ നിന്നും അതുപോലെ തന്നെ ആ ഒരു ഹോൾ കോണ്ടിനെൻറ്റിൽ നിന്നും യൂറോപ്പിൽ നിന്നും ആകമാനവും അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി, ഡെയിലി കിട്ടുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ പഴയ ഫ്രണ്ട്സ്, അദ്ദേഹം ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയിരുന്നപ്പോൾ ഉള്ള ഫ്രണ്ട്സിൽ നിന്നും സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള ഫ്രണ്ട്സിൽ നിന്നും ഒരുപാട് പേര് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പുതുക്കാനായിട്ടുള്ള ലെറ്റേഴ്സും അയച്ചിട്ടുണ്ടായിരുന്നു. Even celebrities who had heard about him were eager to meet him in person. Perhaps you would believe that when Gandhiji was told that Mr. Charlie Chaplin would like to see him, he innocently asked who that distinguished person was. But as soon as he was told that Mr. Chaplin came from the people and lived for the people and that he had made millions laugh, he agreed to meet him. അപ്പോൾ എന്താണ്, ആ ഒരു നമ്മൾ പറഞ്ഞ കണക്ക് ഫ്രണ്ട്സോ ആ ഒരു സ്റ്റുഡൻസോ മാത്രമല്ല, ഒരുപാട് സെലിബ്രിറ്റീസ് അദ്ദേഹത്തിനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിനെ പറ്റി കേട്ട്, ഗാന്ധിജിയെ പറ്റി കേട്ടിട്ട് അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയായിരുന്നെങ്കിൽ, ആ ഒരു ഇംഗ്ലണ്ടിലായിരുന്ന സമയത്ത് ചാർലി ചാപ്ലിൻ അദ്ദേഹത്തെ കാണണമെന്നൊരു ആഗ്രഹം പങ്കുവയ്ക്കുകയും അപ്പോൾ ഗാന്ധിജിയുടെ അടുത്ത് ഇത് ചെന്ന് ആളുകൾ പറഞ്ഞപ്പോൾ എന്താണ്, ആരാണ് ചാർലി ചാപ്ലിൻ എന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല, ഒരു പൊളൈറ്റായിട്ട് ഇന്നസെൻ്റ്ലി ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാർലി ചാപ്ലിൻ ആരാണെന്ന് അറിഞ്ഞതിന് ശേഷം അദ്ദേഹം ജനങ്ങളിൽ നിന്ന് വന്ന് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണെന്ന് അറിഞ്ഞതിന് ശേഷവും അതുപോലെ തന്നെ ഒരുപാട് പേരെ ആ ഒരു എൻ്റർടൈൻ ചെയ്ത ആളാണെന്ന് അറിഞ്ഞ ശേഷം ഗാന്ധിജി അദ്ദേഹത്തെ കാണാൻ സമ്മതിക്കുകയായിരുന്നു. Chaplin had evidently heard of Gandhiji's spinning wheel, and the very first question he asked was why Gandhiji was against machinery. The question delighted Gandhiji, who explains to him in detail why the 6 months unemployment of the whole peasant population of India made it important for him to restore them. Gandhiji said, "In cloth and food, every nation should be self-contained. We were self-contained and want to be so again." അപ്പോൾ ചാപ്ലിൻ ആദ്യം കണ്ട ഉടനെ ഗാന്ധിജിയുടെ അടുത്ത് ചോദിച്ചത് എന്താണെന്നറിയോ, ഈ സ്പിന്നിങ് വീലിനെ പറ്റിയാണ്, ഗാന്ധിജിയുടെ ആ ഒരു ചർക്കയെ പറ്റിയാണ്. അതുപോലെ തന്നെ ഗാന്ധിജിയോട് ചോദിച്ചു, അദ്ദേഹം മെഷീനറിക്കെതിരെ ഒരു യന്ത്രങ്ങൾക്കെതിരാണോ എന്നുള്ള ചോദ്യമാണ് ചാപ്ലിൻ ആദ്യമായിട്ട് ഗാന്ധിജിയുടെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കേട്ട ഉടനെ ഗാന്ധി ഡിലേറ്റഡ് ആയിപ്പോയി. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഒരു കാര്യം പറയുകയാണ്, ആ ഒരു 6 മാസത്തെ അൺഎംപ്ലോയ്മെൻറ്റ് എങ്ങനെയാണോ ഇന്ത്യയിലെ ആ ഒരു പെർസെൻറ്റ് പോപ്പുലേഷനിലെ എന്തായത് പട്ടിണിയിലേക്ക് ആക്കിയത്, അതുകൊണ്ട് തന്നെ അത് തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നത്, ആ ഒരു സംഭവമാണ് ഗാന്ധി അവിടെ പറയുന്നത്. എന്താണ്, ഒരു ഫുഡിൽ അല്ലെങ്കിൽ ക്ലോത്തിൽ എന്ത് ചെയ്യണം, ഒരു രാജ്യം, ഇത് രണ്ടിലും ക്ലോത്തിലും ഫുഡിലും ഒരു രാജ്യം എന്ത് ചെയ്യണം, സെൽഫ് കണ്ടെയ്ൻഡ് ആയിരിക്കണം, അതായത് സ്വയം പ്രാപ്തരായിരിക്കണം. ഇന്ത്യ അങ്ങനെ ആയിരുന്നു, അതുപോലെ തന്നെ ഇനിയും അങ്ങനെ തുടരണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് ഗാന്ധി പറഞ്ഞു. There were requests from various women's organizations for an address by Gandhiji, and he addressed the Women's India Council in Morley College Hall. At this meeting, Gandhi took the opportunity of correcting various notions about the women in India. He presented a vivid picture of the heroic part they played during the freedom struggle. No hindrances have been placed in the way of their entering public life. For several years, when our organization were declared illegal and those in charge of them put into prison, it was the women who came to the forefront and filled the jails. അപ്പോൾ എന്താണ് ഗാന്ധി പറയുന്നത്, ഗാന്ധിജിയുടെ ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഒരു പ്രസംഗം വേണമെന്ന് അല്ലെങ്കിൽ ഒരു സെക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിമൻസ് ഓർഗനൈസേഷൻ അവിടെ ഗാന്ധി സമീപിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സമയത്ത് വിമൻസ് ഇന്ത്യ കൗൺസിൽ മോർലി കോളേജ് ഹാളിൽ അവർക്ക് വേണ്ടി ഒരു സെഷൻ ഗാന്ധി കണ്ടക്ട് ചെയ്യുകയുണ്ടായി. ആ സമയത്ത് എന്താണ്, ഗാന്ധിജി ഇന്ത്യയിലെ വിമനെ കുറിച്ചുള്ള ആ ഒരു നമ്മുടെ ഒരു ധാരണ തിരുത്തിക്കുറിച്ചുകൊണ്ടുള്ള സംസാരമാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം പറയുകയുണ്ടായി, വിമൻസിൻ്റെ ആ ഒരു ഫ്രീഡം സ്ട്രഗിളിലേക്ക് ഒരു ഹീറോയിക് ആക്ടിനെ അല്ലെങ്കിൽ ഹീറോയിക് പാർട്ടിനെ അദ്ദേഹം അവിടെ ഡിസ്ക്രൈബ് ചെയ്യുകയുണ്ടായി. എന്താണ്, ആ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗാന്ധിയുടെ ഓർഗനൈസേഷൻ ബാൻ ചെയ്ത സമയത്ത്, ഇലീഗലായിട്ട് കൺസിഡർ ചെയ്ത സമയത്ത്, അദ്ദേഹത്തെ ഉൾപ്പെടെ ജയിലിലാക്കിയ സമയത്ത് വിമൻസ് ആണ് മുന്നോട്ട് വന്ന ആ ഒരു ജയിൽ ഫില്ലിംഗ് പ്രൊട്ടസ്റ്റ് നടത്തി അല്ലെങ്കിൽ ജയിൽ നിറയ്ക്കൽ സമരമൊക്കെ നടത്തിയത്. അപ്പോൾ ഇന്ത്യയിലെ വിമൻ എത്രമാത്രം പൊളിറ്റിക്കലി അവെയർ ആണെന്നും അതുപോലെ തന്നെ എത്രമാത്രം ഹീറോയിക് പാർട്ട് അവരുടെ ഭാഗത്തുനിന്നും അവർ ഫ്രീഡം സ്ട്രഗിളിന് വേണ്ടി ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഗാന്ധിയോടെ പറഞ്ഞത്. He then went on to describe how they came out of their homes in one mass and showed an awakening which was miraculous. They took part in processions, defied the law and bore the lathi blows.
Without raising a little finger, it was not learned women like Sarojini Naidu, but hundreds of unlettered women who had borne Lathi blows to the head, bleeding profusely, while standing unflinchingly, ordering their companions not to move. അപ്പോൾ അദ്ദേഹം പറയുകയാണ് എന്താണ് ഒരുപാട് വിമൻസ് ആ ഒരു സമയത്ത് എന്താണ് അവരുടെ വീടുകളിൽ നിന്ന് ഇറങ്ങി ആ ഒരു സമരത്തേക്ക് വരികയാണ്. ആ ഒരു എന്താണ് ഡിഫൈഡ് ദ ലോ, ആ ഒരു നിയമങ്ങൾ തെറ്റിച്ച് ആ ഒരു സമരത്തിൽ പങ്കെടുക്കുകയും ലാത്തി ബ്ലോസ്, ആ ഒരു ലാത്തി അടികളേറ്റ് വാങ്ങുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് അവിടെ മുന്നിട്ട് നിന്നത് സരോജിനി നായിഡു പോലുള്ള ലേൺഡ് വിമൻ മാത്രമല്ല, അൺലെറ്റേഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരുപാട് വിമൻസും അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ബ്ലീഡ് ചെയ്യുന്ന ഹെഡോട് കൂടിയും അല്ലെങ്കിൽ തലയിൽ നിന്നും രക്തം ഒഴുകിയിട്ട് പോലും അവരെന്ത് ചെയ്തില്ല, ആ ഒരു സമരത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. About Indian independence, Gandhi made his point of view clear at many a meeting. I am not here to beg for independence, but I have come as a result of last year's suffering. There is no such thing as a gift of independence from one nation to another. I am here to testify that we shall continue the process of self-sacrifice until at last no Britisher will want to remain in India as a ruler. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താണ്, ഞാനിവിടെ വന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബെഗ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഞാൻ യാചിക്കാൻ വേണ്ടിയിട്ടല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല. എന്താണ്, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിന് സ്വാതന്ത്ര്യം യാചിക്കേണ്ട, ഗിഫ്റ്റായിട്ട് കിട്ടേണ്ട ഒരു കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഞാനിവിടെ ഉറപ്പാക്കാനാണ് വന്നത്. എന്താണ്, ഒരു ബ്രിട്ടീഷേഴ്സ് പോലും അവിടെ ഇന്ത്യയെ ഭരിക്കാനായിട്ട്, ഇന്ത്യയുടെ റൂളറായിട്ട് അവിടെ ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് വന്നതെന്ന് ഗാന്ധി അവിടെ പറയുകയുണ്ടായി. At the Federal Structure Committee of the Round Table Conference, Gandhi spoke about his dream of independent India. If I want freedom for my country, I do not want that freedom in order that I may exploit any other race upon the earth or any single individual. അപ്പോൾ ആ ഒരു ഫെഡറൽ സ്ട്രക്ചർ കമ്മിറ്റിയിൽ, ആ ഒരു വട്ടമേശ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട്, റൗണ്ട് ടേബിൾ കോൺഫറൻസിന് ഭാഗമായിട്ടാണ് ഗാന്ധി അവിടെ എത്തിയത്. അപ്പോൾ അവിടെ അദ്ദേഹം പറയുകയുണ്ടായി, ഇഫ് ഐ വാണ്ട് ഫ്രീഡം ഫോർ മൈ കൺട്രി, ഇന്ത്യ രാജ്യത്തിന് വേണ്ടി എനിക്ക് സ്വാതന്ത്ര്യം വേണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, ഞാൻ ഏതെങ്കിലും വേറൊരു വർഗ്ഗത്തിൽപ്പെട്ട ആളിനെ, അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയെങ്കിലും ഉള്ള ഒരു വർഗ്ഗത്തിൽപ്പെട്ട ആളിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് വേണ്ട, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ പോലും എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഫ്രീഡം വേണ്ട എന്നുള്ളതാണ് ഗാന്ധി ഇവിടെ പറഞ്ഞത്. Thus Gandhi, along with all the other freedom fighters, persuaded the British rulers to give India her legitimate independence, which in his words was her birthright. The dream of independence was accomplished by his inimitable method of unwavering non-violence and non-cooperation. അപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗാന്ധി അതോടൊപ്പം മറ്റുള്ള സ്വാതന്ത്ര്യ സമര നേതാക്കളോടൊപ്പം തന്നെയാണ് ആ ഒരു ബ്രിട്ടീഷ് റൂളേഴ്സ് എന്നുള്ള ഇന്ത്യക്ക് ലെജിറ്റിമേറ്റായ, ഇന്ത്യക്ക് അധികാരമുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ അവകാശമായ ഇന്ത്യയുടെ ബർത്ത് റൈറ്റായ ഒരു സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അപ്പോൾ ഇത് ആ ഒരു സമരത്തിൽ ഗാന്ധി അതിൻ്റെ ടൂൾസായിട്ട് യൂസ് ചെയ്തത് എന്താണ്, നോൺ വയലൻസും അതുപോലെ തന്നെ നോൺ കോപ്പറേഷനുമാണ്. അഹിംസയും എന്താണ്, ഒരു നിസ്സഹകരണമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.